Welcome you all to Kerala School Tuition YouTube channel. So today we are going to discuss 5th standard in the Social Science chapter 8. Okay. So chapter 8 endana non-violence, wisdom, power. So non-violence എന്ന് വെച്ചാൽ വയലൻസ് പാടില്ല, അതിക്രമം പാടില്ല, അക്രമം പാടില്ല, ഓർ സമാധാനമായിരിക്കണം നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വിസ്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുന്ന പക്വത എന്ന് പറയാം. അതായത് പക്വമായിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ആ വിസ്ഡത്തിന് നിങ്ങൾക്ക് എപ്പോഴും നോളജ് വേണം. നോളജ് ഉണ്ടെങ്കിൽ പക്വമായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ തീരുമാനം എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് വിസ്ഡം. ദെൻ പവർ ഈസ് ദ അതോറിറ്റി ടു ഡൂ സംതിങ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അല്ലാതെ പവർ എന്ന് പറയുന്ന ആരെങ്കിലും ഇടിച്ച് നശിപ്പിക്കാനുള്ളതൊന്നുമല്ല. പവർ ഈസ് ദ അതോറിറ്റി ടു ഡൂ സംതിങ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിന് പവറുണ്ട്. സോ എന്തിനാണ് ഈ പവർ? ദോസ് ആർ ദ അതോറിറ്റീസ് ടു പെർഫോം ഹിസ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ. സോ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിനകത്ത് ചെറിയൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. വൈലോപ്പള്ളിയുടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. റീഡ് ദ ഗിവൺ പോയം. കാടും പടലും വെണ്ണീരാക്കി, കനകക്കതിരിനു വളമേകി, കഠിനമിരമ്പു കുഴമ്പാക്കിപ്പല കരുനിര വാർത്തു പണിക്കേകി, അറിവിൻ തിരികൾ കൊളുത്തിക്കലകൾ ആവേശത്തിൽ ചൂടേകി, മാലോടിഴയും മർത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി. വൈലോപ്പള്ളിയുടെ ഒരു കവിതയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് അവിടെ എഴുതിയിട്ടുണ്ട്. So read the given poem. Based on this poem, find out the way in which the human life attained progress in India. How the human life attained progress. We have discussed the Aryans' invasion along the Gangetic Valley. As a result of Aryans' expansion to the Gangetic Plain by the 6th century BC, several agricultural lands and the settlements were formed in the റീജിയൻ. ശരിയല്ലേ? സോ ആര്യൻസ് ഇൻവേഡ് ചെയ്ത് അവർ ഒക്കുപ്പൈ ചെയ്യാൻ തുടങ്ങി. സോ ഒക്കുപ്പൈ ചെയ്ത് അവരുടെ അഗ്രികൾച്ചർ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ദീസ് സെറ്റിൽമെൻറ്റ്സ് വിത്ത് ന്യൂലി ഡെവലപ്ഡ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആൻഡ് ടൗൺസ് വെയർ നോൺ ആസ് ജനപദ. സോ ആര്യൻസ് അവിടെ വന്ന് ഒരു സൊസൈറ്റി ഫോം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ട്രേഡിംഗ് സെൻറ്റർ, സിറ്റികളൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നു. ട്രേഡിംഗ് സെൻറ്റർ ആൻഡ് ടൗൺ. സോ ഇതിനെ എല്ലാം കൂടെ ചേർത്താണ് ജനപദാസ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾ ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന സ്ഥലം, ജനപദാസ്. സെവറൽ സച്ച് ജനപദാസ് എക്സ്റ്റെൻഡഡ് അപ് ടു ഗോദാവരി ബേസിൻ. ഗോദാവരി എന്ന് പറയുന്നത് വേറൊരു റിവറാണ്, ഗംഗ ഗോദാവരി. സോ ഗോദാവരി ബേസിൻ 16 ജനപദാസ്, 16 ജനപദാസ്, 16 ജനപദാസ് ഗെയിൻഡ് പ്രൊമിനൻസ് എമംഗ് ദം ആൻഡ് കെയിം ടു ബി നോൺ ആസ് മഹാജനപദാസ്. എന്തോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ആര്യൻസ് ഇവിടെ വന്ന് ഇൻഡസിൻ്റെ തീരത്ത് സ്റ്റേ ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഡു യു റിമെമ്പർ ഇറ്റ്? ആഫ്റ്റർ ദാറ്റ് ആര്യൻസ് മൂവ്ഡ് സ്ലൈറ്റ്ലി ടുവേർഡ്സ് ദ ഗാൻജറ്റിക് ബേസിൻ, ദെൻ സ്റ്റാർട്ട് ഒക്കുപ്പൈയിങ് ഹിയർ. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് ലേറ്റർ വേദിക് പീരീഡ്. സോ ലേറ്റർ വേദിക് പീരീഡിൽ ഗംഗ ബേസിനിൽ ആക്ച്വലി അവർ ഒക്കുപ്പൈ ചെയ്യാൻ തുടങ്ങി. അഗ്രികൾച്ചർ ആയപ്പോൾ അവർ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. സെറ്റിൽമെൻറ്റിൻ്റെ പാർട്ടായിട്ട് സൊസൈറ്റി ഫോം ചെയ്തു. സോ സൊസൈറ്റി അവിടെ ടൗണും ട്രേഡിംഗ് സെൻറ്റേഴ്സും എല്ലാം ഉണ്ട്. സോ ഇങ്ങനെയുള്ള സോഷ്യൽ സെറ്റപ്പിനെയാണ് ജനപദാസ് എന്ന് പറയുന്നത്. സോ ഒരുപാട് ജനപദാസ് ഡെവലപ്പ് ചെയ്തു, സമൂഹം ഡെവലപ്പ് ചെയ്തു അവിടെ ഇവിടെയല്ല. സോ ഇതിനകത്ത് 16 ജനപദാസ്, 16 ജനപദാസ് അറ്റൈൻഡ് പ്രൊമിനൻസ്, അറ്റൈൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് എമംഗ് ദീസ്. സോ ആ ഇമ്പോർട്ടൻസ് ഉള്ള 16 ജനപദാസിനെ നമ്മൾ പറയുന്നതാണ് മഹാജനപദാസ്. സോ ജനപദാസ്, എമംഗ് ദം സം ഗ്രേറ്റ് ജനപദാസ് ആർ ദെയർ. ദോസ് ആർ മഹാജനപദാസ്. മഗധ വാസ് ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ദി മഹാജനപദാസ്. സോ ഈ 16 മഹാജനപദാസിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടിഫൈ ചെയ്യേണ്ട ഒരു എംപയറാണ് മഗധ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? മനസ്സിലാവുന്നില്ലേ? ഇപ്പം മഗധ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, കേരളം. സോ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. അതിനകത്ത് കേരളം എന്ന് പറയുന്നത് വളരെ
പവർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് എന്ന് പറയുന്നത് പോലെ ആ സമയത്തുള്ള 16 മഹാജനപദാസിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു, ഒരു മഹാജനപദ ആയിരുന്നു മഗധ എന്ന് പറയുന്നത്. മഹാജനപദാസ് ഇതൊക്കെയായിരുന്നു മറ്റുള്ള മഹാജനപദാസ്. 16 മഹാജനപദാസ് ഉണ്ട്. മഗധ, അൻഗ, വാജി, വസ്ത, മല്ല, കാസി, കൊസല, ചേടി, പഞ്ചാല, അശ്മാക, അവന്തി, സുരസേന, കുരു, മത്സ്യ, ഗാന്ധാര, കംബോജ. ഓക്കെ, ഇതാണ് മഹാജനപദാസ്. മഹാജനപദാസിനെ കുറിച്ചും ജനപദാസെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മഗധ ഹാഡ് ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ. നമുക്കറിയാം ആര്യൻസ് ഗാൻജറ്റിക് പ്ലെയിനിലോട്ട് മാറിയപ്പോൾ അവിടെ അയൺ ഓറിൽ നിന്ന് അയൺ എന്ന് പറയുന്ന മെറ്റൽ, ഇരുമ്പ് മെറ്റൽ അവർ ഡിസ്കവർ ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. സോ മഗധ ഹാഡ് എ ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ. അയൺ ഓറിൻ്റെ വളരെ ലാർജ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു മഗധയ്ക്ക്. ദ യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് വെയർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ മഗധ. സോ ആ ആര്യൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെ പോലെ മഗധ എംപയറിൻ്റെയും ഗ്രോത്തിന് ഏറ്റവും ഇൻസ്ട്രുമെൻ്റലായി മാറിയത്, ഏറ്റവും ഇമ്പോർട്ടൻ്റായി, ഇൻസ്ട്രുമെൻ്റൽ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി മാറിയത്, അവരുടെ ഇത്രയും വലിയൊരു എംപയറായി മാറുന്നതിന് അവരെ സഹായിച്ചത് ഈ അയൺ വെപ്പൺസും ടൂൾസുമാണ്. അയൺ ആക്സ്, കോടാലി ഉണ്ടല്ലോ, അയൺ ആക്സ് വാസ് എഫക്റ്റീവ് ഇൻ ക്ലിയറിംഗ് ദി ഡെൻസ് ഫോറസ്റ്റ്. ഇന്ന് നമ്മൾ അയൺ ആക്സ് അല്ലേ ഉപയോഗിക്കുന്ന, വീട്ടിൽ കോടാലിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മരം വെട്ടാൻ ഉപയോഗിക്കുന്ന. സോ അയൺ ആക്സ് വാസ് എഫക്റ്റീവ് ഇൻ ക്ലിയറിംഗ് ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ഗാൻജറ്റിക് പ്ലെയിൻ. ദേ വെയർ ഏബിൾ ടു ടിൽ ഹാർഡ് സോയിൽ. ടിൽ എന്ന് വെച്ചാൽ കിളയ്ക്കുകയാണെന്ന അർത്ഥം. സോ ഹാർഡ് സോയിലിനെ കിളയ്ക്കാൻ ദേ വെയർ ഏബിൾ ടു ടിൽ ഹാർഡ് സോയിൽ യൂസിങ് ദി അയൺ പ്ലൗഷെയർ. പ്ലൗഷെയർ എന്ന് വെച്ചാൽ കലപ്പ, നമ്മൾ പാടമൊക്കെ ഒഴുകുന്ന കണ്ടിട്ടില്ലേ, അതാണ് ഈ കലപ്പ. സോ ഈ അയൺ കലപ്പ ഉപയോഗിച്ച് അവർക്ക് കട്ടിയുള്ള സോയിൽ പോലും ഈസി ആയിട്ട് കിളയ്ക്കാൻ പറ്റി. സോ ദേ വെയർ ഏബിൾ ടു ടിൽ ഹാർഡ് സോയിൽ യൂസിങ് അയൺ പ്ലൗഷെയർ. കോൺസിക്വൻ്റ്ലി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. സോ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്തോ ഇത്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, കൂടി. ദിസ് സ്റ്റിമുലേറ്റഡ് ട്രേഡ്. സോ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മളത് വിൽക്കാൻ ശ്രമിക്കും. സോ ട്രേഡ് ആക്ടിവിറ്റി ഇൻക്രീസ്ഡ്. സോ ദിസ് സ്റ്റിമുലേറ്റഡ് ട്രേഡ് ആൻഡ് ദ സബ്സീക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. സോ ദിസ് സ്റ്റിമുലേറ്റഡ് ട്രേഡ് ആൻഡ് സബ്സീക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. സോ ട്രേഡ് കൂടിയപ്പോൾ സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. എപ്പോഴും സിറ്റികളെന്ന് പറയുന്നത് ട്രേഡ് സെൻറ്ററുകളായിരിക്കും. മഗധ അറ്റൈൻഡ് പ്രോസ്പെരിറ്റി. മഗധയ്ക്ക് പ്രോസ്പെരിറ്റി കിട്ടി, റിച്ചായി, അഭിവൃദ്ധി ഉണ്ടായി. മഗധ അറ്റൈൻഡ്, മഗധ എന്ന് പറയുന്നൊരു ജനപദമാണ്. മഗധ അറ്റൈൻഡ് പ്രോസ്പെരിറ്റി വിത്ത് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. സോ കൃഷിയിലൂടെയും ആ കൃഷിയുടെ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെയും മഗധ ഒരുപാട് റിച്ചായി മാറി. അതാണ് മഗധ ഒരുപാട് പ്രോസ്പറായി മാറി. ദിസ് ഹെൽപ്ഡ് മഗധ ടു ഓർഗനൈസ് എ ഹ്യൂജ് ആർമി. ഒരുപാട് വരുമാനം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, വളരെ വലിയൊരു ആർമിയെ അവർ ഡെവലപ്പ് ചെയ്തു. ദിസ് ഹെൽപ്ഡ് മഗധ ടു ഓർഗനൈസ് ഹ്യൂജ് ആർമി ആൻഡ് കോൺക്വയർ ദ നിയർ ബൈ റീജിയൻസ്. കോൺക്വയർ എന്ന് വെച്ചാൽ പിടിച്ചടക്കുക. സോ നിയർ ബൈ റീജിയൻസും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി, ഇങ്ങനെ വലിയൊരു ആർമി ഉണ്ടായതുകൊണ്ട്. വലിയ ആർമി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്, ബിക്കോസ് അഗ്രികൾച്ചർ പ്രോസ്പറായി, ട്രേഡ് കൂടി, ഒരുപാട് വരുമാനം ഉണ്ടായി. സോ റൂളേഴ്സ് ഓഫ് മഗധ ഡ്യൂറിങ് ദെയർ റീൻസ്, റീൻ എന്ന് വെച്ചാൽ ഭരണം. സോ റൂളേഴ്സ് ഓഫ് മഗധ ഡ്യൂറിങ് ദെയർ റീൻസ് അനക്സ്ഡ് അതർ ജനപദാസ് ടു മഗധ. സോ 16 ജനപദാസ് നമ്മൾ പേരുകൾ കണ്ടു. സോ മഗധ വളരെ വലിയ പവർഫുൾ ആയപ്പോൾ അവരെന്തോ ചെയ്തു, മറ്റ് ജനപദാസിനെയും കൂടെ അറ്റാക്ക് ചെയ്തിട്ട് അതിനെയും മഗധയുടെ പാർട്ടാക്കി മാറ്റി. ദസ് മേക്കിംഗ് ഇറ്റ് എ ലാർജർ കിങ്ഡം. വളരെ വലിയൊരു കിങ്ഡം ഉണ്ടാക്കി. കിങ്ഡം എന്ന് വെച്ചാൽ കിങ് ഭരിക്കുന്ന ഏരിയ. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഭരിക്കുന്ന രീതിയല്ലേ ഇന്ത്യ. സോ അതുപോലെ കിങ്ഡം എന്ന് പറയുന്നത് സിമിലർലി ആണ്. സോ അങ്ങനെ ഇപ്പോൾ നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഒരു ദേശമായിട്ട് യുദ്ധം ചെയ്യുക, ആ ദേശം പിടിച്ചടക്കുക, വേറെ ദേശമായിട്ട് യുദ്ധം ചെയ്യുക, പിടിച്ചടക്കുക. സോ വലിയൊരു കിങ്ഡമാക്കി മാറ്റി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് മഗധ ടു ഗ്രോ എ പവർഫുൾ കിങ്ഡം? മഗധ എങ്ങനെ ഒരു പവർഫുൾ കിങ്ഡം ആയത്? ഒന്ന്, ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ. സെക്കൻഡോ, ഇവിടെ കണ്ടോ നിങ്ങൾ, പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. പ്രോഗ്രസ് ഓഫ്
അഗ്രികൾച്ചർ. പിന്നെന്താ ഉള്ളത്? ഇൻക്രീസ് ഇൻ ട്രേഡ്. ഫാക്ടേഴ്സ് ഹെൽപ്ഡ് മഗധ ടു ഗ്രോ ആസ് എ പവർഫുൾ കിങ്ഡം. പിന്നോ ഹ്യൂജ് ആർമി, ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂജ് ആർമി. ഓക്കെ. അഹിംസ എന്ന് വെച്ചാൽ എന്തുവാ? ഹിംസ എന്ന് വെച്ചാൽ കൊല്ലുക, അഹിംസ എന്ന് വെച്ചാൽ കൊല്ലാൻ പാടില്ല, ഓർ നമ്മളുടെ സമാധാനമായിരിക്കണം എപ്പോഴും. സോ ദിസ് ഈസ് ദ പ്രൊക്ലമേഷൻ ഓഫ് കിങ് ബിംബിസാര ഓഫ് മഗധ. മഗധ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ബിംബിസാര എന്ന് പറയുന്നത്. ബിംബിസാരയുടെ പ്രൊക്ലമേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രൊക്ലമേഷൻ എന്ന് വെച്ചാൽ രാജാവിൻ്റെ ഉത്തരവ്. സോ വാട്ട് കുഡ് ഹാവ് പ്രോംപ്റ്റഡ് ഹിം ടു മേക്ക് സച്ച് എ പ്രൊക്ലമേഷൻ? സോ ഇങ്ങനൊരു പ്രൊക്ലമേഷൻ കൊണ്ടുവരാൻ രാജാവിനെ എന്തായിരിക്കും പ്രേരിപ്പിച്ചത്? പ്രോംപ്റ്റഡ് മീൻസ് പ്രേരിപ്പിക്കുക. നോക്കാം. ദിസ് ഈസ് ആൻ ഓർഡർ ഫ്രം ഹിസ് ഹൈനസ്. രാജാവിൽ നിന്നുള്ള ഒരു ഓർഡറാണ്. നോബഡി ഷുഡ് പ്രാക്ടീസ് അനിമൽ സാക്രിഫൈസ് ആസ് പാർട്ട് ഓഫ് യാജന ഹെൻസ്ഫോർത്ത്. സോ യാജന അല്ല, യജ്ഞ. സോ യജ്ഞയുടെ പാർട്ടായിട്ട്, യാഗത്തിൻ്റെ പാർട്ടായിട്ട് ഇനി അനിമൽ സാക്രിഫൈസ് പാടില്ല. അനിമൽ സാക്രിഫൈസ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലേറ്റർ വേദിക് പീരീഡിൽ അനിമൽ സാക്രിഫൈസ് ഒരുപാട് കൂടുതലായിരുന്നു. കാളയും പശുവിനെയൊക്കെ കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുക. സോ ഇവിടെ പറഞ്ഞു ഇനി അനിമൽ സാക്രിഫൈസ് പാടില്ല യജ്ഞത്തിൻ്റെ പാർട്ടായിട്ട് എന്ന് രാജാവിൻ്റെ ഉത്തരവാണിത്. ബ്ലഡ് ഷെഡിങ് റിച്വൽസ് ആൻഡ് ഓഫറിങ്സ് ഇൻ ദ ഫോം ഓഫ് ഫ്ലഷ് ആർ നോട്ട് പെർമിറ്റഡ്. സോ മൃഗങ്ങളെ കൊന്ന് രക്തം ഉണ്ടാക്കുക, പിന്നെ മാംസം ഓഫറിങ് ചെയ്യുക, ഇതൊന്നും ഇനി പെർമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അക്വയറിങ് നോളജ് ഈസ് ലൈഫ്. ജീവിതം എന്ന് പറയുന്നത് നോളജ് അക്വയർ ചെയ്യുകയാണ്. ദിസ് പ്രൊക്ലമേഷൻ സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് ഓൺലി ദ കൈൻഡ് ആർ ബെസ്റ്റോഡ് വിത്ത് കൈൻഡ്നസ്. സോ ഈ പ്രൊക്ലമേഷൻ പറയുക, കൈൻഡ് ആണെങ്കിൽ നിങ്ങളെ കൈൻഡ്നെസ്സിലോട്ട് ട്രീറ്റ് ചെയ്യും, നിങ്ങൾ ക്രൂവലാണെങ്കിൽ നിങ്ങളെ ക്രൂവലായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓർഡർ ഫ്രം ഹിസ് ഹൈനസ്. രാജാവിൻ്റെ ഉത്തരവാണിത്. ഇനി മൃഗങ്ങളെ ഒന്ന് വെട്ടിക്കൊല്ലാനോ അവരുടെ മാംസം കൊണ്ടുവന്ന് ചടങ്ങാട്ട് കൊടുക്കാനോ ഒന്നും പാടില്ല. നോക്കിയാ. സോ അന്നത്തെ രാജാവിനുണ്ടായിരുന്ന ആ ബോധം ഇന്നത്തെ പല മനുഷ്യർക്കും ഇല്ല ഇപ്പോഴും ആ ബോധം. കേരളത്തിന് പുറത്തൊക്കെ പോയി നോക്കിയാൽ മതി, ഇപ്പോഴും പല സിസ്റ്റത്തിലും അവർ പോയി കിടന്ന് പശുവിനെ വെട്ടത്തില്ല, മെയിനായിട്ട് ആടിനെയാണ് വെട്ടുന്നത്, ആടിനെയും പോത്തിനെയൊക്കെ വെട്ടിക്കളയും. We have discussed the role of agricultural progress in the growth of Magadha. Role of agricultural progress in the growth of Magadha to a powerful kingdom. Yes, agriculture വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മഗധയെ ഒരു വലിയ കിങ്ഡമായിട്ട് വളർത്തിയതിൽ. കാറ്റിൽ, പശു സമ്പത്താണ് ഈ കാറ്റിൽ എന്ന് പറയുന്നത്. പശുവോ കാളയോ കന്നുകാലി സമ്പത്ത്. സോ കാറ്റിൽ വെയർ ദി ബാക്ക് ബോൺ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. കാറ്റിൽ വെയർ ദി ബാക്ക് ബോൺ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. സോ അഗ്രികൾച്ചർ സെക്ടറിലെ ബാക്ക് ബോൺ എന്ന് പറയുന്ന കാറ്റിലാണ്. കാര്യം എന്താ? ഉഴുതു മറിക്കണമെങ്കിൽ കാള വേണം, വളം വേണമെങ്കിൽ കാള വേണം, പാല് വേണമെങ്കിൽ കാള വേണം. സോ കാറ്റിൽ വെയർ ദി ബാക്ക് ബോൺ ഓഫ് അഗ്രികൾച്ചർ ഇൻ ദോസ് ഡേയ്സ്. ദീസ് വെയർ എസെൻഷ്യൽ ഫോർ പ്ലവിങ്. പ്ലവിങ് എന്ന് വെച്ചാൽ ഉഴുതു മറിക്കുക, പ്ലവിങ്. ആൻഡ് എ സോഴ്സ് ഓഫ് മാനുവർ, വളം. മാനുവർ എന്ന് വെച്ചാൽ വളം. സോ വളത്തിൻ്റെയൊക്കെ ഒരു സോഴ്സായിരുന്നു. എക്സ്റ്റെൻസീവ് കില്ലിംഗ് ഓഫ് കാറ്റിൽ ആസ് ഓഫറിങ് ഡ്യൂറിങ് യാഗാസ്. യാഗ അല്ലെങ്കിൽ യജ്ഞത്തിൻ്റെ പാർട്ടായിട്ട് എക്സ്റ്റെൻസീവായിട്ട് വളരെയധികം കാറ്റിലിനെ ഇങ്ങനെ കൊന്നാൻ തുടങ്ങിയാൽ ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് അഗ്രികൾച്ചർ. സോ അങ്ങനെ കില്ലിങ് കാരണം ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ അഗ്രികൾച്ചർ. ഇറ്റ് ഈസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് കിങ് ബിംബിസാര മെയ്ഡ് ദിസ് റോയൽ പ്രൊക്ലമേഷൻ. ഇനി കാറ്റിലിനെ ആരെങ്കിലും കൊല്ലുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയും ഞാൻ തട്ടിക്കളയും. ഡ്യൂറിങ് ദിസ് പീരീഡ്, മഗധ എംപയറിലെ പീരീഡിൻ്റെ സമയത്ത് ബുദ്ധിസം, ജൈനിസം ഇവോൾവ്ഡ് എഗെയിൻസ്റ്റ് ദ ഇനിക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ലേറ്റർ വേദിക് പീരീഡിൽ പറഞ്ഞായിരുന്നു, ചതുർവർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ 4 വർണ്ണ ഡെവലപ്പായെന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇവിടെ പറയുന്നത് ആ ചതുർവർണ്ണ സിസ്റ്റം കാരണമുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻ കാരണം, ഇനിക്വാളിറ്റി കാരണം ആ സമയത്ത് 2 റിലീജിയൻ അല്ലെങ്കിൽ 2 വേ ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തിരുന്നു, ബുദ്ധിസവും ജൈനിസവും.
ഇവോൾവ്ഡ് എഗെയിൻസ്റ്റ് ദ ഇനിക്വാളിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. ആ ഇനിക്വാളിറ്റീസിനൊക്കെ തുടച്ചു നീക്കാൻ, ജാതി പ്രോബ്ലമൊക്കെ തുടച്ചു നീക്കാൻ വന്നതാണ് ഈ രണ്ട് മതങ്ങൾ. ജൈനിസം പ്രൊപ്പഗേറ്റഡ് ബൈ വർദ്ധമാന മഹാവീര. സോ വർദ്ധമാന മഹാവീരനായിരുന്നു ജൈനിസം പ്രൊപ്പഗേറ്റ് ചെയ്തത്. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രചരിപ്പിക്കുക. ആൻഡ് ബുദ്ധിസം ബൈ ഗൗതമ ബുദ്ധ. സോ ബുദ്ധിസം പ്രചരിപ്പിച്ചത് ആരാ? ബുദ്ധനാണ്, ഗൗതമ ബുദ്ധ. ഗേവ് എംഫസിസ് ടു അഹിംസ. സോ ജൈനിസം ആയാലും ബുദ്ധിസം ആണെങ്കിലും അഹിംസയ്ക്ക് ഒരുപാട് എംഫസിസ്, ഒരുപാട് ഊന്നൽ കൊടുത്തിരുന്നു. ഇറ്റ് വാസ് വൈഡ് സ്പ്രെഡ് അനിമൽ സാക്രിഫൈസ് ദാറ്റ് പ്രോംപ്റ്റഡ് ബുദ്ധ ആൻഡ് മഹാവീര ടു സ്പ്രെഡ് ദ ഡോക്ട്രിൻ ഓഫ് അഹിംസ. സോ വളരെയധികം അനിമൽ സാക്രിഫൈസ് ഉണ്ടായിരുന്ന അന്നേരം. സോ അതുകൊണ്ടാണ് ബുദ്ധനും മഹാവീരനും അഹിംസ പറഞ്ഞത്, കൊല്ലാൻ പാടില്ല, മൃഗങ്ങളെ അങ്ങനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത്. സോ മഹാവീരനും ബുദ്ധനും. ഓക്കെ, സോ നിങ്ങൾ കണ്ടു, വർദ്ധമാന മഹാവീരനും ഗൗതമ ബുദ്ധനുമാണ് ജൈനിസം ബുദ്ധിസത്തിൻ്റെയൊക്കെ ഫാദേഴ്സ്, അല്ലെങ്കിൽ അവരാണ് അതിനെ കൊണ്ടുവരുന്നത്. ദേ പ്രീച്ച്ഡ് ദെയർ ഐഡിയോളജി ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ മാൻ. പ്രീച്ച് ചെയ്യാൻ മീൻസ് അവർ പ്രസംഗിക്കുക. നമ്മളിപ്പോൾ ഈ പള്ളിക്കാർ, ബാപ്റ്റിസ്റ്റുകാർ, പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പ്രീച്ചിങ് ചെയ്തിരുന്നു. സോ ദേ പ്രീച്ച്ഡ് ദെയർ ഐഡിയോളജി. അവരുടെ ഐഡിയോളജി എന്ന് വെച്ചാൽ തത്വചിന്ത, അവരുടെ ചിന്തകൾ. സോ ദേ പ്രീച്ച്ഡ് ദെയർ ഐഡിയോളജി, അവരുടെ കൺസെപ്റ്റുകൾ ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ മാൻ, അതായത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളം അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും വന്ന് ഇംഗ്ലീഷിൽ സ്പീച്ച് വരിക, രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ നിന്ന് വന്ന് ഇംഗ്ലീഷിൽ സ്പീച്ച് വരിക, നമുക്കെന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. മോഡിജി വന്ന് ഹിന്ദിയിൽ സ്പീച്ച് വരിക, നമുക്കെന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. അതേ സമയത്ത് ഒരു ലീഡർ അവിടെ നിന്ന് മലയാളത്തിൽ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും, ബിക്കോസ് ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ മാൻ. അതുപോലെ അന്നത്തെ കാലത്ത് ഹൈ ക്ലാസ് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജാണ് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം വേദങ്ങൾ, അത് ഋഗ്വേദയായാലും മറ്റ് 3 വേദങ്ങളായാലും അത് സാൻസ്ക്രിറ്റിലാണ് എഴുതിയിട്ടുള്ളത്. സോ സംസ്കൃതത്തിൽ എഴുതിയാൽ എന്താ, അത് കോമൺ മാന് മനസ്സിലാവാൻ പറ്റത്തില്ല, കാര്യം അത് അവൻ്റെ ഭാഷയല്ല. സോ ബട്ട് അതേ സമയത്ത് ജൈനിസവും ബുദ്ധിസവും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോമൺ മാൻ, സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ഇതിനെ പ്രീച്ച് ചെയ്തിരുന്നത്. സോ പ്രാകൃത് എന്നുണ്ടായിരുന്ന ഒരു ഭാഷയാണ് ഈ പ്രാകൃത് എന്ന് പറയുന്നത്. പ്രാകൃത് വാസ് ദ ലാംഗ്വേജ് ദാറ്റ് മഹാവീര യൂസ്ഡ്. സോ ജൈനിസം യൂസ് ചെയ്ത ലാംഗ്വേജ് പ്രാകൃത് ആയിരുന്നു. പക്ഷേ ബുദ്ധിസത്തിൽ യൂസ് ചെയ്തിരുന്നത് പാലി ലാംഗ്വേജ് ആയിരുന്നു. സോ പ്രാകൃതും പാലിയും കോമൺ മാൻ, സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഭാഷയായിരുന്നു. സോ പ്രാകൃത് ലാംഗ്വേജാണ് ജൈനിസം ഉപയോഗിച്ചത്, പാലി ലാംഗ്വേജാണ് ബുദ്ധിസം ഉപയോഗിച്ചത്. മഹാവീര ആൻഡ് ബുദ്ധ വെയർ ബ്രോട്ട് അപ്പ് ഇൻ റോയൽ ഫാമിലീസ്. ഈ മഹാവീര, വർദ്ധമാന മഹാവീരനെ എടുത്താലും ഗൗതമ ബുദ്ധനെ എടുത്താലും അവർ ആക്ച്വലി ചെറിയ കുടുംബത്തിൽ നിന്നൊന്നും വന്നതല്ല, റോയൽ ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. സോ മഹാവീര ആൻഡ് ബുദ്ധ വെയർ ബ്രോട്ട് അപ്പ്, വളർത്തിയിരുന്നത് അവരെ റോയൽ ഫാമിലിയിലാണ് അവർ ജനിച്ചതും വളർന്നതും. ഇൻ ദ ലാപ്പ് ഓഫ് എവരി ലക്ഷറി, എന്തെല്ലാം അന്ന് സുഖ സൗകര്യമുണ്ടോ അതെല്ലാം എൻജോയ് ചെയ്ത് വളർന്നവരാണ് രണ്ടും. ബട്ട് സ്റ്റിൽ they were unhappy and worried about the sufferings. So എന്നിട്ടും അവർ അൺഹാപ്പിയും വറീഡുമായിരുന്നു about the sufferings of the common man and thought of the ways to relieve them of their sufferings. So അവർ ഇത്രയും റിച്ച് ആയിട്ട് പോലും, എല്ലാ സുഖ സൗകര്യത്തിൽ വളർന്നിട്ട് പോലും സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടുകളും അവരുടെ സന്തോഷമില്ലായ്മയും കുറിച്ച് അവർ ഒരുപാട് വറീഡായിരുന്നു. എന്നിട്ട് അവർ ചിന്തിച്ചു, എങ്ങനെ സാധാരണക്കാരനെ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കാം എന്ന് അവർ ചിന്തിച്ചു. ദാറ്റ്സ് ഹൗ ദേ ബ്രോട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. സോ ജെയിൻ പ്രിൻസിപ്പിളിനകത്ത് 3 കൺസെപ്റ്റാണുള്ളത്. ഈ 3 കൺസെപ്റ്റിനെ നമ്മൾ ത്രിരത്ന എന്നാണ് പറയുന്നത്. ത്രിരത്ന, 3 രത്നം ജൈനിസിനകത്ത്. ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 8 ഫോൾഡ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അഷ്ടാംഗ മാർഗ എന്ന് പറയും. അഷ്ടാംഗ മാർഗ. ഓക്കെ. സോ ജൈനിസത്തിനകത്ത് ത്രിരത്ന എന്ന് പറയുന്നത് റൈറ്റ് നോളജ്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് കണ്ടക്ട്. റൈറ്റ് നോളജ്, ശരിയായ നോളജ്, നോളജ് എന്ന് വെച്ചാൽ അറിവ്. റൈറ്റ് ഫെയ്ത്ത്, ശരിയായ വിശ്വാസം. റൈറ്റ് കണ്ടക്ട്, ശരിയായ പ്രവൃത്തി. സോ നിൻ്റെ അറിവ് കറക്റ്റായിരിക്കണം, നിൻ്റെ വിശ്വാസം കറക്റ്റായിരിക്കണം, നിൻ്റെ പ്രവൃത്തി കറക്റ്റായിരിക്കണം. അതാണ് ജെയിൻ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം. ഇനി ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ വന്നാലോ, ദ വേൾഡ്ലി ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ്. ബുദ്ധ പറഞ്ഞു ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്
മൊത്തവും കഷ്ടപ്പാടുകളാണ്, ഫുൾ ഓഫ് സഫറിങ്. ഡിസയർ ഈസ് ദ സോൾ റീസൺ ഫോർ അൺഹാപ്പിനെസ്. എന്താ നിങ്ങൾക്ക് സന്തോഷമില്ലാത്തതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്, ഡിസയർ ഉണ്ടായതുകൊണ്ടാണ്. സോ വൺ ക്യാൻ വേർഡ് ഓഫ് സഫറിങ്, നിങ്ങളുടെ സഫറിങ്, നിങ്ങളുടെ അൺഹാപ്പിനെസ് നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ വൺ നീഡ് ടു ഫ്രീ വൺ സെൽഫ് ഫ്രം ദ ഡിസയർ. സോ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ സ്വയം മോചിപ്പിക്കണം. മനസ്സിലാവുന്നോ? അങ്ങനെ സ്വയം മോചിപ്പിക്കാനാണ് ഈ അഷ്ടാംഗമാർഗം. സോ അഡോപ്റ്റിംഗ് ദ 8-fold പാത്ത്, അഷ്ടാംഗമാർഗ ഫ്രീസ് വൺ ഫ്രം ദ ഡിസയർ ആൻഡ് ദ സഫറിങ്. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. മനസ്സിലാവുന്നോ? സോ ജെയിൻ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ത്രിരത്നയാണ് പഠിക്കാനുള്ളതെങ്കിൽ ബുദ്ധൻ്റെ പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് ആദ്യത്തെ 4 കാര്യങ്ങളുണ്ട്. ഫോർ ഗ്രേറ്റ് നോബിൾ ട്രൂത്ത്, നോബിൾ ട്രൂത്തിനെ ഇതിനെ നമ്മൾ പറയുന്നത്. നോബിൾ ട്രൂത്ത് എന്ന് വെച്ചാൽ ശരിയായ സത്യങ്ങൾ. ആ നോബിൾ ട്രൂത്തിൽ നിന്ന് ഇവോൾവ് ചെയ്ത അഷ്ടാംഗമാർഗം എന്തൊക്കെയാണ്? 1, ലോകം മൊത്തം കഷ്ടപ്പാടാണ്, ഒന്നാമത്തെ ട്രൂത്ത്. 2, കഷ്ടപ്പാടിൻ്റെ കാരണം നമ്മളുടെ ആഗ്രഹമാണ്, ഡിസയറാണ്. 3, സോ നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് തീർക്കണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നിർത്തണം. 4, ആ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് മോചിക്കാൻ വേണ്ടി ഒരു അഷ്ടാംഗമാർഗം 8 വഴികൾ ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതാണ് ബുദ്ധൻ്റെ പരിപാടി. വൈ ഡിഡ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഗീവ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ ഐഡിയ ഓഫ് അഹിംസ? ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ആൾറെഡി കണ്ടതല്ലേ. എന്തുകൊണ്ടാണ്? സോ it was widespread animal sacrifice that prompted Buddha and Mahavira to spread the doctrine of ahimsa. മനസ്സിലായോ അതിൻ്റെ ഉത്തരം? നൗ എക്സ്പാൻഷൻ ഓഫ് പവർ. നമ്മുടെ നാഷണൽ എംബ്ലം ഇതാ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സീലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എക്സ്പാൻഷൻ ഓഫ് പവർ. ഈസ് ഇൻ ദിസ് പിക്ചർ ഫെമിലിയർ ടു യു? വേർ ഹാവ് യു സീൻ ഇറ്റ്? ഇറ്റ്സ് അവർ നാഷണൽ എംബ്ലം. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ എംബ്ലമാണിത്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ പില്ലർ ഇറക്റ്റഡ് ബൈ എംപറർ അശോക അറ്റ് സാരനാഥ്. സാരനാഥിൽ അശോകന് ഒരു അയൺ പില്ലർ ഉണ്ടായിരുന്നു. ഒരു പില്ലർ എന്ന് വെച്ചാൽ എന്തുവാ? തൂണ്. ഒരു അയൺ തൂണുണ്ടായിരുന്നു. സോ ഈ അയൺ തൂണിനകത്ത് ഉള്ള ഒരു എംബ്ലമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഈ 3 ലയൺ നിൽക്കുന്ന ഈ ഒരു എംബ്ലം, അശോക സ്തംഭം. സോ ഈ അശോക സ്തംഭത്തിൽ നിന്ന്, ആ അയൺ പില്ലർ ഓഫ് അശോകനിൽ നിന്ന്, അത് അശോകൻ എവിടെയായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്ത്? സാരനാഥ് എന്ന് പറയുന്ന പ്ലേസിലാണ് ഈ പില്ലർ ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ ബോറോ ചെയ്ത കൺസെപ്റ്റാണ് ഈ ഒരു എംബ്ലം എന്ന് പറയുന്നത്. ദ ധർമ്മ ചക്ര ഓഫ് അശോക ഡെപ്പിക്റ്റഡ് ഇൻ എംബ്ലം ക്യാൻ ബി സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് അവർ നാഷണൽ ഫ്ലാഗ്. സോ നിങ്ങളിത് കണ്ടോ? ഇതിനെയാണ് ധർമ്മചക്ര എന്ന് പറയുന്നത്. സോ അശോകൻ്റെ എംബ്ലത്തിനകത്തുണ്ടായിരുന്ന ഈ ധർമ്മചക്രം നമ്മളെ നാഷണൽ ഫ്ലാഗ് എടുത്താൽ അതിനകത്ത് നടുക്ക് നിങ്ങൾ ബ്ലൂ കളറിൽ കണ്ടു കാണും ഈ എംബ്ലം എന്ന് പറയുന്നത്. അശോക വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദ കിങ്സ് ഓഫ് മൗര്യ ഡൈനാസ്റ്റി വിത്ത് മഗധ ആസ് ദ ക്യാപിറ്റൽ. സോ മഗധയിൽ ഉണ്ടായിരുന്ന ഒരു എംപയറാണ്, ഒരു എംപയർ എന്ന് വെച്ചാൽ ഒരു രാജവംശമാണ് മൗര്യ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, മൗര്യന്മാർ. സോ മൗര്യ ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ എന്തുവാ? ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ അപ്പൻ കഴിഞ്ഞാൽ മകൻ, അത് കഴിഞ്ഞാൽ അവൻ്റെ മകൻ. ഇതാണ് ഈ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കളിയാക്കി പറയത്തില്ലേ, രാഹുൽ ഗാന്ധിയുടെ അപ്പൻ രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധിയുടെ അപ്പൻ ജവഹർലാൽ നെഹ്റു, ഇവരെല്ലാം പ്രൈം മിനിസ്റ്ററാണ്. ഇത് ഡൈനാസ്റ്റി റൂളാണ്. ഒരു ഡെമോക്രസിയിൽ ഒരിക്കലും ഇത് പാടില്ല, ഇത് രാജവാഴ്ചയുടെ കാലത്തുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കാറില്ലേ. സോ അതാണ് പരിപാടി. സോ ഈ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അതാണ്. സോ ഈ മഗധ എന്ന് പറയുന്ന മഹാജനപദയിൽ ഒരുപാട് ഡൈനാസ്റ്റികളുണ്ടായിരുന്നു. ശിശുനാഗ ഡൈനാസ്റ്റി, മഗധ ഡൈനാസ്റ്റി, അതിനു മുമ്പ് വേറെ 1-2 കൂടെ ഉണ്ടായിരുന്നു. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് മൗര്യന്മാർ. സോ മഗധ ക്യാപിറ്റലായിട്ട് ഭരിച്ചിരുന്ന മൗര്യന്മാരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ് ആണ് അശോകൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ചന്ദ്രഗുപ്ത മൗര്യ ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദ മൗര്യ ഡൈനാസ്റ്റി. സോ ഈ മൗര്യ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. ദെൻ ചന്ദ്രഗുപ്ത മൗര്യയുടെ മകൻ ബിംബിസാര വരും. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ അശോകൻ എന്ന് പറയുന്നത്. സോ 3ാമത്തെ രാജാവാണ് അശോകൻ. സോ ഇറ്റ് വാസ് ചന്ദ്രഗുപ്ത മൗര്യ ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദ മൗര്യ ഡൈനാസ്റ്റി. ദ ഗ്രേറ്റസ്റ്റ് കിങ് ഇൻ ദ മൗര്യ ഡൈനാസ്റ്റി ഈസ് അശോകൻ. ഇവിടെ ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്
ചാണക്യനാണ്. ഇതൊരു ബുക്കാണ്, ഇത് എഴുതിയത് ചാണക്യനാണ്. ചാണക്യൻ എന്നും കൗടില്യ എന്നൊക്കെ പറയും അദ്ദേഹത്തെ. സോ ചാണക്യ, ആൾസോ നോൺ ആസ് കൗടില്യ, ചാണക്യൻ എന്നും കൗടില്യ എന്ന് അറിയപ്പെടും, വാസ് ദ ചീഫ് അഡ്വൈസർ ടു ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയ്ക്ക് പ്രധാന അഡ്വൈസർ ആയിരുന്നു ഈ ചാണക്യൻ എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ ആരാ? ദ ഫൗണ്ടർ ഓഫ് മൗര്യൻ എംപയർ. സോ അർത്ഥശാസ്ത്ര ഈസ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ചാണക്യ. ചാണക്യൻ എഴുതിയിട്ടുള്ള ബുക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അർത്ഥശാസ്ത്ര. ഇറ്റ് ഡിസ്കസ്ഡ് ഹൗ എ പവർഫുൾ ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി ഓർഗനൈസ്ഡ്. ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിലും ഈ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലുണ്ടായിരുന്നു. സോ എന്തൊക്കെ ട്രിക്ക് ഒരു രാജാവ് ഉപയോഗിക്കണം, എങ്ങനെ രാജാവിൻ്റെ ആൾക്കാരെ രാജാവിൻ്റെ കൺട്രോളിൽ നിർത്താം, എങ്ങനെയായിരിക്കണം രാജാവ് മറ്റുള്ള അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടത്, അവരുമായിട്ട് യുദ്ധം ചെയ്യണോ, അവരെ കൂടെ നിർത്തണം, അങ്ങനെയുള്ള എല്ലാ ട്രിക്കുകളും ചാണക്യൻ്റെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.